എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അല്ല കുമാര, ഇന്ന് വേണു ഡോക്ടർ വന്നില്ലേ? രാവിലത്തെ നടത്തം കഴിഞ്ഞ് വരേണ്ട സമയായി. കുമാരേട്ടാ, ഒരു ഡബിൾ സ്ട്രോങ്. എത്തിയല്ലോ. ഡോക്ടറുടെ കാര്യം പറഞ്ഞതാ. നാക്കിപ്പ അകത്തേക്ക് ഇട്ടേ ഉള്ളൂ. 100 ആയുസാ. ഇന്നെന്താ ലേറ്റായത്? ഞാൻ വരുന്ന വഴി എന്റെ പേഷ്യന്റിനെ ഒന്ന് കണ്ടു. മൂപ്പരോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചിരുന്നു. അല്ല, വൈദ്യരിന്ന് നേരത്തെ എത്തിയോ? ലുക്ക് മിസ്റ്റർ വേണു, ഞാനൊരു വൈദ്യരല്ല. ഞാനും താങ്കളെ പോലെ ഒരു ഡോക്ടർ തന്നെയാ, ആയുർവേദ ഡോക്ടർ. ഒരു ഡോക്ടർ എന്നൊക്കെ വിളിക്കണമെങ്കിൽ ഇതാ എന്നെ പോലെ ഒരു MBBS MD എങ്കിലും വേണം. മിനിമം ഒരു MBBS എങ്കിലും വേണം. അങ്ങനെ പറയരുത്. ഞങ്ങൾ 5 വർഷം പഠിച്ചിട്ട് തന്നെയാ ഈ പണിക്ക് ഇറങ്ങിയത്. ആയുർവേദത്തിന് ഇപ്പോ ലോകത്തുള്ള സ്കോപ്പ് എന്താണെന്ന് തനിക്ക് അറിയാഞ്ഞിട്ടാ. കോപ്പ് എനിക്കുള്ള അത്രയും പേഷ്യന്റ് തനിക്കുണ്ടോ? നിങ്ങളെക്കാളും പേഷ്യന്റ് ക്ഷമ എനിക്കുണ്ട്. ഇതേ ഒരാൾ കിത്തി വരുന്നുണ്ടല്ലോ. കാലൊടിഞ്ഞതാവാനാണ് സാധ്യത. ഞാൻ ഇവിടെയാണെന്ന് അറിഞ്ഞ് എന്നെ കാണാൻ വരികയായിരിക്കും. എന്റെ വേണു, അദ്ദേഹം എന്നെ കാണാനാ വരുന്നത്. അത് കാലൊടിഞ്ഞതൊന്നുമല്ല, ഉളുക്കിയതാ. ഒന്ന് ശരിക്കും ഒഴിഞ്ഞാ മതി. നല്ല കാശുള്ള വീട്ടിലെ ആളായാ മതിയായിരുന്നു. ഒഴിച്ചില് കഴിഞ്ഞൊരു കിഴിയും പിന്നെ ഒരു ധാരയും കഴിഞ്ഞ് വിടാം. രൂപ 25,000 ഉറപ്പിക്കാനുള്ള വകുപ്പുണ്ട്. ഒരു MBBS ഡോക്ടറായ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ വെറും ഒരു ആയുർവേദ ഡോക്ടറായ തന്നെ കാണാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇതെന്നെ കാണാൻ തന്നെയാ. കാലൊടിഞ്ഞത് തന്നെയായിരിക്കും. ഒരു ഓപ്പറേഷൻ ചെയ്ത് 3 ദിവസം ICUലിട്ട് ഒന്ന് വെന്റിലേറ്ററിലൂടെ ഇറക്കിയാലേ മിനിമം 1 ലക്ഷം ഉറുപ്പിയെങ്കിലും വകുപ്പുണ്ട്. എന്റെ അഭിപ്രായത്തിൽ മൂപ്പരെ കാലൊടിഞ്ഞിട്ട് അത് നട്ടെല്ലിനെ വരെ ബാധിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് അത് തലച്ചോറിനെ തന്നെ ബാധിച്ചിട്ടുണ്ടാവുന്ന. തല കുത്തനെ നിർത്തി എണ്ണയിൽ മുക്കിയെടുക്കുന്ന ഒരു പുതിയ ചികിത്സയുണ്ട്. അതുകൊണ്ടാണ് ഇത് മാറ്റേണ്ടത്. ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും അടിച്ചെടുക്കാം. എന്നിട്ട് വേണം ആ ക്ലിനിക്കിന്റെ പണി ഒന്ന് തീർക്കാൻ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഞാൻ ഡോക്ടർ വേണു, MBBS MD. ഞാനും ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടർ. സന്തോഷം. നമ്മൾ ഗഫൂർ. നമ്മളെ ചെരുപ്പിന്റെ വാറ് പൊട്ടി. ഇത് ഇട്ടിട്ട് നടക്കാൻ കഴിയില്ലെന്ന്. ഇവിടെ അടുത്തെവിടെങ്കിലും ഇത് ശരിയാക്കുന്ന സ്ഥലം ഉണ്ടോ?